മഹാരാഷ്ട്രയിലെ പരമ്പരാഗത നെൽവിത്ത് നസർബാത്ത് എടപ്പാളിലും. എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ പരിധിയിൽ അയിലക്കാട് തുപ്പാരിപ്പടിയിൽ പറയമ്പളപ്പിൽ ഷബീർ എന്ന യുവ കർഷകനാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ നസർബാത്ത് എന്ന നെല്ലിനം 25 സെന്റിൽ കൃഷിയിറക്കിയത്. മഹാരാഷ്ട്രയിലെ പരമ്പരാഗത വിത്തിനമാണ് നസർബാത്ത്. നെല്ലോലകൾക്ക് കടും വയലറ്റ് നിറമാണ് എന്നതാണ് ഈ നെല്ലിനത്തിന്റെ പ്രത്യേക ആകർഷണം. ചുവന്ന അരിയാണ്. അരിക്ക് ഏകദേശം കിലോയ്ക്ക് 300 രൂപ വിലയുണ്ട്. ഇന്ത്യയിൽ തന്നെ വില കൂടിയ അരികളിൽ ഒന്നാണ് നസർബാത്ത്. കൃഷിക്കധികം വെള്ളം ആവശ്യമില്ല എന്നതും രോഗ കീടബാധ കുറവും ഈ നെല്ലിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഏകദേശം 110 മുതൽ 120 ദിവസം വരെയാണ് നെല്ലിന്റെ മൂപ്പ്. നമ്മുടെ നാട്ടിൽ സാധാരണ മില്ലുകളിൽ കുത്തിയെടുക്കാവുന്നതും കുത്തരിയായി ഉപയോഗിക്കാവുന്നതും ഔഷധ പ്രാധാന്യമുള്ളതുമാണ് ഈ നെല്ല്. നസർബാത്ത് മഹാരാഷ്ട്രയിലെ പരമ്പരാഗത നെൽവിത്ത്. ഇതിപ്പോൾ നമ്മൾ കേരളത്തിൽ എടപ്പാളിലും പരീക്ഷിക്കപ്പെടുകയാണ്. നമ്മുടെ ഷബീർ എന്ന യുവ കർഷകനാണ് ഇത്. അദ്ദേഹം യൂട്യൂബിൽ നിന്നാണ് ഇങ്ങനൊരു വിത്തിനെ കുറിച്ച് കേട്ടറിഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം വളരെ കുറഞ്ഞ സ്ഥലത്ത് ഇത് പരീക്ഷിക്കപ്പെടുകയാണ്. ഇത് നല്ലൊരു റിസൾട്ട് ആവുകയാണെങ്കിൽ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കുക എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇത് വിത്ത് തന്നെ കിലോയ്ക്ക് 300 രൂപ ഉണ്ട്. നെല്ലിന് അത്യാവശ്യം നല്ല വിലയുണ്ട്. ഇവിടെ സാധാരണ മില്ലിൽ തന്നെ ഇത് കുത്തിയെടുക്കാവുന്നതാണ്. ഒരുപാട് ഔഷധ മൂല്യമുള്ള നെൽവിത്താണ് എന്നാണ് നമ്മൾ ഇത് കേട്ടറിഞ്ഞിട്ടുള്ളത്. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി മുഖേനയാണ് നസർബാത്ത് എത്തിച്ചതെന്നും വിളവ് വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്നില്ലെന്നും വിത്ത് ശേഖരണമാണ് ലക്ഷ്യം വെക്കുന്നതെന്നും ഷബീർ പറഞ്ഞു. യൂട്യൂബിൽ കണ്ടപ്പോൾ ഒരു കൗതുകമായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ട്, അനീഷ്, അയിലക്കാടുള്ള തന്നെ. അവന് മുഖാന്തരം കൊല്ലങ്കോടുള്ള ഒരാളായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വിത്ത് നമുക്ക് കിട്ടിയത്. ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു താല്പര്യം. അപ്പോൾ അതൊരു സാമ്പിൾ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ തൽക്കാലം കുറച്ച് സ്ഥലത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത്. കൂടുതൽ വ്യാപിക്കാനാണ് അടുത്ത വർഷം മുതൽ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും CNTV ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക.